വെൽക്കം ബാക്ക് ടു സാലംലാണ്. നിങ്ങളുടെ സ്വന്തം ടീമേഴ്സ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ ബയോളജിന്റെ നെക്സ്റ്റ് വീഡിയോ കാത്തിരിക്കുകയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ വേഗം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്, കുഞ്ഞിറക്കിയുള്ള ജീവരഹസ്യം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ ഒറ്റപ്പെട്ടവ കണ്ടെത്തി മറ്റുള്ളവയുടെ കോമൺ ഫീച്ചേഴ്സ്, പൊതു സവിശേഷത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈനോ ബാക്ടീരിയ, അമീബ, ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഈ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഔട്ട്, ഒറ്റപ്പെട്ടത് ഏതാണെന്നാണ്. ഏതാണ് ഒറ്റപ്പെട്ടത്? അമീബയുണ്ട് അല്ലെ. അമീബ എന്ന് പറയുന്നതാണ് ഇവിടെ ഓഡ് വൺ ഔട്ട്. കാരണം എന്താ? ബാക്കിയുള്ളവയെല്ലാം പ്രോകാരിയോട്ടുകളാണ്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തവയാണ് അല്ലെ. അപ്പം അമീബ എന്ന് പറയുന്നത് യൂകാരിയോട്ട് ആണ്, ബാക്കിയെല്ലാം എന്താണ്? പ്രോകാരിയോട്ട് ആണ്. അപ്പം ഓഡ് വൺ ഔട്ട് എഴുതണം, ബാക്കിയുള്ളതിന്റെ പൊതു സവിശേഷത എഴുതിയാൽ 1 മാർക്ക് ഇതാ ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാം. നെയിം ദ സെൽ ഓർഗനൽ കവേർഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗമാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ആരുടെ മെംബ്രെയിൻ ആണ് ടോണോപ്ലാസ്റ്റ്? ഏത് സ്ഥലമാണ് ഈ ടോണോപ്ലാസ്റ്റ് ഉള്ളത്? നമുക്കറിയാം വാക്യൂൾ അല്ലെങ്കിൽ ഫേനം അല്ലെ. വാക്യൂൾ അല്ലെങ്കിൽ ഫേനത്തിന്റെ മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ഥലത്തെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ, ഈസി ആയിട്ട് കിട്ടിയല്ലോ. 1 മാർക്ക് കിട്ടിയില്ലേ? യെസ്. ഇനി അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. റൈബോസോം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വായിച്ചു നോക്കുക, എന്നിട്ട് അവിടുത്തെ വേർഡ്സ് എന്താ ഫില്ല് ചെയ്യേണ്ടത് നോക്കിയാൽ മതി. റൈബോസോമിന്റെ ഉള്ളിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്, മാംസ്യ നിർമ്മാണം നടക്കുന്നത്. റൈബോസോം സിന്തസിസ്, റൈബോസോം എവിടെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് റൈബോസോം ഉണ്ടാകുന്നത്? ന്യൂക്ലിയോലസിലാണ് അല്ലെ. നമ്മുടെ മർമ്മകത്തിലാണ് റൈബോസോമിന്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ വീണ്ടും കിട്ടി നിങ്ങൾക്ക് 1 മാർക്ക്. ഇനി അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഏതാണ് സെൽ ഓർഗനൽ, ഏതാണ് ഈ കോശാംഗം എന്നും കണ്ടെത്തണം. അതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷനും എഴുതണം. നമുക്കറിയാം ഇത് ആരെ പറ്റിയാ പറയുന്നത്? നമ്മുടെ റൈബോസോമിനെ പറ്റിയിട്ടാണ്. റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണമാണ്. നമ്മൾ ഓൾറെഡി കണ്ടപ്പം ചിത്രങ്ങൾ തന്നാൽ അത് മനസ്സിലാക്കാൻ പഠിക്കണം. എല്ലാ കോശാംഗങ്ങളുടെയും ചിത്രം നല്ല രീതിയിൽ ഓർത്ത് വെക്കാൻ പഠിക്കുക കേട്ടോ. അടുത്തത് വാലിഡേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈസ് ദ ഇമേജ് ബില്യൺ ടൈംസ് ദാൻ ദി ഒബ്ജക്ട്. പ്രസ്താവന വിലയിരുത്താനാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുതാക്കി കാണിക്കുന്നുവെന്ന്. ഈ പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഏതാ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഇത് തെറ്റാണ്. കാരണം എന്താ മക്കളെ? ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണ് 2000 ടൈംസ് 2000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണിക്കുന്നുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനേക ലക്ഷം മടങ്ങ് എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടാണ്. അപ്പം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അനേക ലക്ഷം മടങ്ങാക്കി കാണിക്കുന്നു. നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പോ ഒരു 2000 മടങ്ങ് വരെ വലുതാക്കി അല്ലെങ്കിൽ 2000 ടൈംസ് വരെ എന്ത് ചെയ്യുന്നുള്ളൂ? ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ട് ഈ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അപ്പൊ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ഓഡ് വൺ ആയിട്ടും ചിത്രം തന്നിട്ടും ഒക്കെ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. അതുപോലെ 6-7 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടിയില്ല ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടപ്പോൾ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. See you there. Bye.